മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. സൃഷ്ടിയുടെ 6-ാം ദിവസത്തിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇത് വായിക്കുമ്പോൾ ചിലർ മനസ്സിലാക്കുന്നത് ദൈവം ആണും പെണ്ണുമായി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. തൻ്റെ അറിവുകൾക്കനുസരിച്ചാണ് മനുഷ്യർ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത്. അറിവും ജ്ഞാനവും വർദ്ധിക്കുമ്പോൾ അർത്ഥങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും യാഥാർത്ഥ്യത്തിനും പുരോഗമനമുണ്ടാകും. വേദപുസ്തക പാരായണത്തിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഏകാഗ്രതയിലൂടെയും മാത്രമേ ദൈവിക ചിന്തകൾക്ക് വളർച്ചയുണ്ടാകൂ. കേൾവി നിങ്ങളെ തെറ്റിക്കും. ദൈവം ജലജന്തുക്കളെയും പറവജാതികളെയും വലിയ തിമിംഗലങ്ങളെയും കന്നുകാലി, കാട്ടുമൃഗം ഇവയെല്ലാം കൂട്ടമായിട്ടാണ്, അതായത് അനേകമായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നീട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവർ, അതായത് മനുഷ്യർ, സകല സൃഷ്ടികളുടെ മേലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന്. അങ്ങനെ മനുഷ്യർ ഇണകളായി ഭൂമിയിൽ പെറ്റുപെരുകി നിറയുവാൻ തുടങ്ങി. എങ്കിലും ദൈവം സൃഷ്ടിച്ച ഇഴജാതികൾക്കോ കാട്ടുമൃഗങ്ങൾക്കോ മനുഷ്യനോ തക്കതായൊരു തുണ ഇല്ലായിരുന്നു. ദൈവം മനുഷ്യന് മാത്രമാണ് തുണ നൽകിയത്. ദൈവവചനം ഇങ്ങനെയാണ്: മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. ഗാഢനിദ്ര ഉറക്കത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ്. ശരീരത്തിനും തലച്ചോറിനും പുനർജീവനം നൽകുന്ന, പുതിയ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്ന, ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്തുന്ന പ്രത്യേകമായ ഘടകം. ഈ പുനർജീവനവും പുതിയ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്ന പ്രത്യേകമായ പ്രക്രിയയെക്കുറിച്ചാണ് മോശ തിരുവെഴുത്തുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്റെ ജീവൻ തന്നെയാണ് തന്റെ ഭാര്യ എന്നും തന്റെ വാരിയല് അഥവാ ബലം അവളാണെന്നും ഉള്ള പുതിയ ചിന്ത. അതുകൊണ്ട് ജീവനായിരുന്ന സ്ത്രീ അവനും, അവൾക്ക് അവനും തുണയായി. അവന് ഭാര്യയും അവൾക്ക് ഭർത്താവുമായി മാറി. അതുകൊണ്ട് മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു. ഹൗവ എന്ന പേരിനർത്ഥം ജീവൻ എന്നാണ്. മനുഷ്യന്റെ ജീവൻ തന്നെയാണ് ഭാര്യ. സകല മനുഷ്യരുടെയും ഭാര്യ അവരുടെ ഹൗവയാണ്.